പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024 സംബന്ധിച്ച് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. റെസ്ലിംഗ് വിഭാഗത്തിൽ ഇന്ന് 50 കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് എന്ന വനിതാ താരത്തിന് ഫൈനൽ മത്സരം ഉണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ സെമി ഫൈനലിൽ വിജയിച്ചുകൊണ്ട് ആധിപത്യമുള്ള ഒരു വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഫൈനലിലേക്ക് യോഗ്യത നേടിയ വിനേഷ് ഫോഗട്ട് ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡലോ സിൽവർ മെഡലോ എത്തിക്കുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. ഫൈനലിൽ വിജയിച്ചാൽ ഗോൾഡോ പരാജയപ്പെട്ടാൽ സിൽവർ മെഡലോ അത് ഉറപ്പായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വന്ന വാർത്ത നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിൻ്റെ ഈ റെസ്ലിംഗ് ഒഫീഷ്യൽസ് ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചപ്പോൾ 50 കിലോഗ്രാം വെയ്റ്റ് ലിമിറ്റിൽ നിന്ന് ഒരു 100 ഗ്രാം കൂടിയത് കൊണ്ടാണ് വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞതിന് ശേഷം വിനേഷ് ഫോഗട്ട് കുറച്ച് ഭാരം കൂടിയെന്ന് മനസ്സിലാക്കുകയും അത് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതെ മാക്സിമം വർക്കൗട്ട് ചെയ്തു. അതും വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ മാക്സിമം വർക്കൗട്ട് ചെയ്തു, ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും ആദ്യഘട്ട ഒരു ഭാരം അളക്കുന്ന ഒരു സമയത്ത് 50 കിലോഗ്രാമും അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാമും ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം വെയിറ്റായ 50 കിലോഗ്രാമിൻ്റെ മുകളിൽ എത്തിയത് കൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിന് മത്സരിക്കാൻ സാധിക്കില്ല. അതും ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് ഒഫീഷ്യൽസ് കടന്നു. ഇതിനെതിരെ ഇന്ത്യൻ ഒരു ഒളിമ്പിക്സ് കമ്മിറ്റി അപ്പീലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ വലിയ അപ്പീലിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്കതിൽ വലിയ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം ഇനി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. വിനേഷ് ഫോഗട്ടിനെ അതിനേക്കാൾ വലിയൊരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിനേഷ് ഫോഗട്ട് ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ നിർജ്ജലീകരണം കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളതാണ്. അതായത് ഈ ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ ഇങ്ങനെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും 50 കിലോഗ്രാമിന് താഴെ തൻ്റെ വെയിറ്റ് എത്തിക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോയി. അതിൻ്റെ ഒപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി. വിനേഷ് ഫോഗട്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ വിടാമെന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വനിതാ വിഭാഗത്തിൽ റെസ്ലിംഗ് മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിലേക്ക് ഒരു താരം യോഗ്യത നേടുന്നത്. ആ ഒരു മെഡൽ കൊണ്ടുവരും എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു മെഡൽ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, താരം അവസാന സ്ഥാനങ്ങളിലേക്ക് റെക്കോർഡ്സിൽ പിന്തള്ളപ്പെടുകയും ചെയ്തു. വിനേഷ് ഫോഗട്ട് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ഒട്ടനവധി ഒരു വാർത്ത നേടിയെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന ആ റെസ്ലിംഗ് താരങ്ങളുടെ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന വനിതാ താരം കൂടിയായിരുന്നു വിനേഷ് ഫോഗട്ട്. അങ്ങനെ പലർക്കും പരിചിതമുണ്ടാകും ഈ ഒരു മുഖം ഈ പാരീസ് ഒളിമ്പിക്സിലൂടെ ഇന്ത്യയുടെ അഭിമാനമായ മുഖമായി മാറുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് രാത്രി നടക്കേണ്ട ഒരു ഫൈനൽ മത്സരത്തിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അപ്പോൾ റെസ്ലിംഗുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE NXT ബ്രാൻഡിനെ സംബന്ധിച്ചാണ്. NXT ബ്രാൻഡ് ചരിത്രം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. NXTയുടെ ചരിത്രത്തിൽ ഇനി ഒരിക്കലും വായിച്ച് കളയാൻ സാധിക്കാത്ത ഒരു മാസമാണ് ഒക്ടോബറിൽ വരാൻ പോകുന്നത്. ഒക്ടോബറിൻ്റെ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് NXT USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് മാറി CW നെറ്റ്വർക്ക് എന്ന് പറയുന്ന പുതിയൊരു ചാനലിലേക്ക് അവരുടെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. ആ കാലഘട്ടം ആരംഭിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ NXT കൈക്കൊള്ളാൻ പോകുന്ന വലിയൊരു ചരിത്ര മുഹൂർത്തം എന്ന് പറയുന്നത് NXTയുടെ വീക്ക്ലി ഷോസ് NXT ഒരു ചെറിയൊരു സർക്കിളിൻ്റെ ഉള്ളിലാണ് എപ്പോഴും നടത്തിയിരുന്നത്. 100-200 ക്രൗഡിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവരുടെ ഷോസ്, പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഒക്കെ നല്ല രീതിയിലുള്ള കാണികളെ അവർ കയറ്റാറുണ്ട്. പക്ഷേ വീക്ക്ലി എപ്പിസോഡ്സ് ലൈവായി നടത്താറുണ്ടെങ്കിലും അതിൽ 100-200 ക്രൗഡ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിൽ നിന്ന് മാറി എറീന ഷോസ് അവരുടെ ടെലിവിഷൻ ടൈപ്പിങ്ങിന്, അതായത് വീക്ക്ലി എപ്പിസോഡ്സിന് വരാൻ പോകുന്നു. അത് WWE ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറിൽ CW നെറ്റ്വർക്കിലേക്ക് മാറുന്ന ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യ ആഴ്ച CM പങ്കിൻ്റെ ഹോം ടൗൺ ആയ ഷിക്കാഗോയിൽ വെച്ചിട്ടാണ് അവർ ഈ ഒരു എറീന ഷോ TV ടൈപ്പിംഗ് നടത്തുന്നത്. അതിൽ CM പങ്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. CM പങ്കിൻ്റെ അപ്പിയറൻസ് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം സെൻറ്റ് ലൂയിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. അത് റാൻഡി ഓർട്ടൻ്റെ ഹോം ടൗൺ ആണ്. റാൻഡി ഓർട്ടനെയും അവർ ഇപ്പോൾ തന്നെ ആ ഒരു ഷോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ 2 ആഴ്ചകൾ CW നെറ്റ്വർക്കിലേക്ക് വരുന്ന തുടർച്ചയായ 2 ആഴ്ചകൾ 2 മെയിൻ റോസ്റ്ററിലെ ടോപ്പ് റെസ്ലേഴ്സ്, ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമേഴ്സിനെ 2 വ്യത്യസ്ത ഷോകളിൽ അനൗൺസ് ചെയ്തുകൊണ്ട് NXTയും റോ സ്മാക്ഡൗൺ പോലെ അവരുമായി ഡയറക്റ്റ് കോമ്പറ്റീഷനിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. നിലവിൽ NXTയിലെ സ്റ്റോറി ലൈനൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ്. അവരുടെ ഒരു പോരായ്മ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള വീക്ക്ലി എപ്പിസോഡ്സ്
കുറേയധികം കാണികളെ ഉൾക്കൊള്ളിച്ച് നടത്തുന്നില്ല എന്നായിരുന്നു. ഇനി അത് നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല. അതിനെയും തരണം ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ചിൻ്റെയും ഷോൺ മൈക്കിൾസിൻ്റെയും നേതൃത്വത്തിലുള്ള NXT ബ്രാൻഡ് പുതുചരിത്രം കുറിക്കാൻ പോകുന്നു. അവസാനമായി പങ്കുവെക്കാൻ പോകുന്ന അപ്ഡേറ്റ് ഒറിജിനൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ്. ഒറിജിനൽ ട്രൈബൽ ചീഫായി റോമൻ റെയിൻസ് SummerSlam 2024 മെയിൻ ഇവൻറ്റിന് ശേഷം തിരികെ വന്നതിന് ശേഷം WWE എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് ബ്ലഡ് ലൈനിൻ്റെ ആ ഒരു പഴയ മെമ്പേഴ്സ് എല്ലാം റീയൂണിയൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റോറി കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് സാമി, ജിമ്മി, ജെ, റോമൻ തുടങ്ങിയവരൊക്കെ ഒരുമിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ തന്നെയാണ്. സാമി സെയിനും ജെ ഊസോയും ടീമായിക്കൊണ്ട് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ച് കൊണ്ട് സ്മാക്ക് ഡൗണിലേക്ക് എത്താനും റോമൻ റെയിൻസിൻ്റെ കൂടെ ചേരാനുമുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. സാമി സെയിൻ ഇപ്പോൾ ഓൾറെഡി ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ഒരു മത്സരമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ സാമി വിജയിക്കാൻ സാധ്യതയില്ല. ഇനി എന്തായാലും ജഡ്ജ്മെൻറ്റ് ഡേയുടെ ടാഗ് ടീം ടൈറ്റിലിന് തന്നെ പോകാൻ സാധ്യത കൂടുതലാണ് ജയും സാമിയും ചേർന്നുകൊണ്ട്. പക്ഷേ അവിടെയും ഇവർക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അവിടെയും ഇവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോമൻ റെയിൻസിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിലവിലെ സോളോയുടെ ബ്ലഡ് ലൈനെതിരെ റോമൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ബ്ലഡ് ലൈനിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവരുടെ സ്റ്റോറിയായി അവർ കാണിക്കാൻ പോകുന്നത്. അതിലേക്കുള്ള ഘട്ടം ഘട്ടം ഭാഗങ്ങൾ നമുക്ക് പതിയെ റോയിലും സ്മാക്ക് ഡൗണിലും കാണാൻ സാധിക്കും. അതിൻ്റെ വിത്ത് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് റോ എപ്പിസോഡിലും പാകിയിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.